ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ IQ12 ബാക്ക് ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സെൽഫി പോലെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട് ക്യാമറ, അതായത് ഫോൺ ഇങ്ങനെ തിരിച്ച് പിടിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന റെസൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് 4K ആയിട്ട് 30 FPS വരെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ലാപ്ടോപ്പ് കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് 4K ആയിട്ട് 30 FPS നമ്മൾ ഒതുക്കിയേ. അതിന് ഈ നമ്മുടെ ഫോണിൻ്റെ, അതായത് IQ12 മാക്സിമം കപ്പാസിറ്റി എന്തെന്ന് വെച്ചിട്ടുണ്ട് 8K 30 FPS വരെ നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്, IQ12 ബാക്ക് ക്യാമറ വ്യൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ IQ12 മേടിച്ച് അൺബോക്സ് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു IQ12 ക്യാമറ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ രാവിലെ തന്നെ എണ്ണിച്ച് സെറ്റായി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 180p ആൻഡ് 60 FPS ആണ്. അപ്പം IQ12 റിയർ ക്യാമറ വ്യൂ ആണിത്. ഞാൻ പിന്നെ സെൽഫി പോലെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഫോർ കെ ആയിട്ട് 30 FPS റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീഡിയോ വേണമെങ്കിൽ സൂം ചെയ്യാനും പറ്റും. സൂം ചെയ്ത് ഫോക്കസ് ചെയ്താൽ ഇതായിരിക്കും ഔട്ട്പുട്ട്. ബൊക്ക എഫക്റ്റൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ IQ12 ഫ്രണ്ട് ക്യാമറ വെച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് 180p 30 FPS മാക്സിമം അതേ ഉള്ളൂ. അപ്പോൾ ഫോണിൻ്റെ ക്യാമറയെ പറ്റി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കണോ വേണ്ടായോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 1000 തവണ ആലോചിച്ചിട്ട് വേണം ഇമാതിരി ഫോൺ എടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര എന്ന് വെച്ചിട്ടുണ്ട് അതുമായിട്ട് യൂട്യൂബിൽ വേറെ കൂടെ ഒന്ന് കമ്പാരിസൺ വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫോണ് എടുക്കണോ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഞാൻ പറഞ്ഞിട്ട് അത്ര പോരാ. ഐഫോണ് നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ ക്യാമറയും വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാമ്പിൾസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ. എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ നമ്മൾ ബാക്ക് ക്യാമറ വെച്ചെടുക്കുന്ന ഈ പോർട്രേറ്റ് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം 3x വരെ സൂം ചെയ്ത് പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റും. അതേപോലെ 2x സൂം ചെയ്ത് പോർട്രേറ്റ് എടുക്കാം, നോർമൽ ആയിട്ട് എടുക്കാം. അതേപോലെ ഇതിൻ്റെ സൂം അല്ലാതെ നോർമൽ വീഡിയോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് 10x വരെ സൂം ചെയ്തെടുക്കാൻ പറ്റും. അതായത് സാധാ നോർമൽ ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ 10x വരെ സൂം ചെയ്തെടുക്കാം. പിന്നെ 100x സൂം ആക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ സാമ്പിൾസ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇത് അത്ര പോരാന്നേ പറയുള്ളൂ. അതായത് നമ്മൾ S23 അൾട്ര, S24 അൾട്ര അങ്ങനെ കുറേ സാധനമില്ലേ, അതിനെ കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ ഇത് മോശമാണ്. പിന്നെ നമ്മൾ ഇനി എൻ്റെ ഫോണിൻ്റെ മാത്രം ഒരു മിസ്റ്റേക്ക് ആണോന്ന് അറിയാൻ പാടില്ല. നല്ല പോലെ ഷേക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല KGF പറയുന്ന പോലെ ഈ മൂത്തമ്മേനെ വെച്ച് ഫോട്ടോ പിടിക്കണമെങ്കിൽ വലിയ ഒരു ട്രൈപോഡ് തന്നെ വേണം. എന്നാലേ ഇതിൻ്റെ ആ ഒരു നമ്മളിപ്പം എന്നെ ഇങ്ങനെ സൂം ചെയ്ത് ബാക്ക് ക്യാമറ വെച്ചിട്ട് ഒരു 100x ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവും. പക്ഷേ അത് മേളിൽ തന്നെ ഒരു സൈഡിൽ കാണാൻ പറ്റും. ഈ സൂമിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിനെ തന്നെ അങ്ങനെ ഇങ്ങനെ അത് എൻ്റെ ഫോണിൻ്റെ മാത്രം കംപ്ലൈൻ്റ് ആണെന്നറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഐഫോണ് എടുക്കുകയാണെങ്കിൽ എടുക്കാം. പക്ഷേ ഇതിനെക്കാട്ടി ഐഫോണിൻ്റെ 14 തന്നെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 60 രൂപയോളം ആവും. EMI ആയിട്ട് എടുക്കുകയാണെങ്കിൽ 70,000 ആവും. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ IQ12 നല്ലതാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഐഫോണ് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ സാധാരണക്കാരനെ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു 1000 തവണ ആലോചിച്ച് വേണം ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IQ12 iPhone 14 തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ
അതിന് ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും. അതേപോലെ ഗെയിമിംഗ് ആണെങ്കിലും അതിൻ്റെ സ്മൂത്തൊക്കെ ആണെങ്കിലും 60 FPS വരെ ഉള്ളൂ. അവന്മാർ ഈ 2023-24 കാലമായിട്ട് പോലും ഈ 70,000-60,000 രൂപ കൊടുത്ത് മേടിക്കുന്ന മൊബൈലിനകത്ത് ഒരു 60 ഹെഡ്സ് അത് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അല്ലെ പിന്നെ ഒരു 90 FPS സ്ക്രീനെങ്കിലും അമ്മമാർക്കത് ചെയ്യാമായിരുന്നു. പിന്നെ ചെറിയ ഡിസ്പ്ലേ ആണ് ഐക്യൂവിൻ്റെ 12-നകത്ത് ഐഫോൺ 14-നകത്ത് വരുന്നത്. ഐക്യു 12-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6.7.8 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ വരും. പിന്നെ ഫുള്ളി AMOLED ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളിലെല്ലാം ഫുൾ HD കണ്ടൻറ്റുകളെല്ലാം ഇങ്ങനെ കണ്ടാസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ ബാക്കി ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഐഫോണിനെക്കാട്ടി എന്തുകൊണ്ടും മികച്ചത് ഐക്യൂവിൻ്റെ 12 തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 10-40 മിനിറ്റ് പോലും വേണ്ട ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഏത് ഐക്യു 12. അതേപോലെ ഞാൻ ഗെയിമും കളിക്കും, ഇപ്പം വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. 2 ചാനലിലുണ്ട്. അപ്പോൾ 2ൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 2 ചാനലുണ്ട്, 2ൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തമ്പലൈൻ ചെയ്യുന്നുണ്ട്. ഫോണെന്ന് എൻ്റെ ഐക്യു 12-ൻ്റെ ഭയങ്കര നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ വർക്കാകുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഒറ്റ തവണ കുത്തിയിടും. ഇപ്പം രാവിലെ തന്നെ എണീറ്റിട്ട് കുത്തിയിട്ടാണ്. അതായത് ഞാൻ ഫോണ് ഫസ്റ്റ് മേടിച്ചതിൻ്റെ അന്ന് മാത്രം ഒരു 100% അതിന് ശേഷം ഒരു 10-12 മിനിറ്റ് കൂടെ അധികം കുത്തിയിട്ടു. അല്ലാതെ ഞാൻ അധികം കുത്തിയിട്ടതേ ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 3-4 ദിവസം. ആ 4 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ ഞാൻ ഡെയിലി ഒറ്റ തവണ മാത്രമാണ് കുത്തിയിടുന്നത്. ഐഫോണിനെ സംബന്ധിച്ച് നിങ്ങൾ ഹെവി യൂസർ കൂടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4 വട്ടമെങ്കിലും കുത്തിയിടേണ്ടി വരും. പിന്നെ PUBG കളിക്കുവാണെങ്കിൽ പറയണ്ട. ക്യാമറ ഐഫോണിൻ്റെ നല്ലതാണ്, അത് പക്ഷേ ഇച്ചിരി ഒറിജിനാലിറ്റി കൂടുതലാണ്. ഒറിജിനലായിട്ട് ഇതെടുക്കും. അതേസമയം ഈ ഐക്യു 12-ൻ്റെ പോർട്രേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിലും നമ്മൾ ആദ്യമേ ഫോണിൽ കാണുന്നതൊന്ന് അവരൊന്നുകൂടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് DSLR പോലെ അടിപൊളിയാക്കി തരുന്നതായിരിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഐക്യു 12 വില കുറവാണ്. അതേപോലെ വലിയ സ്ക്രീന്, നല്ല ഡിസ്പ്ലേ, കൂടുതൽ സമയം ചാർജ് നിൽക്കും. അതേപോലെ ഡെയിലി ഒരു ടൈം കുത്തിയിട്ടാൽ മതി. പിന്നെ ഗെയിം കളിക്കാൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വലിയ ഡിസ്പ്ലേ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ ഇപ്പം തന്നെ ഓവറായി. കാര്യങ്ങൾ നിങ്ങളെന്തെങ്കിലും എന്തെങ്കിലും ഞാൻ ഇപ്പം ചെയ്ത വീഡിയോയ്ക്കകത്ത് മിസ്സായിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്താൽ ഇതേപോലെ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. പ്രത്യേകിച്ച് എനിക്ക് പണി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ശരി, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.